ഹലോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മളിന്നലെ ഫിഷിങ്ങിന് പോയിരുന്നു. ഇന്നലെ ഒരു തോട്ടൊക്കെ പോയിരുന്നു. നമ്മൾ സ്ഥിരം പോണ കായലും ഇതൊന്നുമില്ല. അവിടുന്ന് നാട്ടിൽ നിന്ന് കുറച്ച് വിട്ടത് ഒരു തോട്ടിലേക്ക് എറിയാൻ പോയി. ഇങ്ങനെ തോട്ടിലേക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞാൽ. പക്ഷേ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. കുറേ കാസ്റ്റ് ചെയ്ത് കാസ്റ്റിങ്ങിനെ ഉണ്ടായുള്ളൂ, മീനൊന്നും കിട്ടില്ല. പക്ഷെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആൾക്ക് ഫിഷ് അടിച്ചിരുന്നു. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ്. ഹെവി മീനാണ്. പെട്ടെന്ന് സ്ട്രൈക്ക് കെട്ടിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരത്തിലുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാസ്റ്റ് ചെയ്തു. അന്ന് കാസ്റ്റിങ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിങ് മാത്രമല്ല, കാസ്റ്റ് ചെയ്ത് ഒരു മരത്തുമ്മ കുടുങ്ങി ഒരു ഫ്രോഗ് പോയി. അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ, ലാഭമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളൊപ്പമുള്ളവർക്ക് പെട്ടെന്ന് മീനടിച്ച് അവനക്ക് മീനടിക്കണമെന്ന് കാണുന്നത്. എനിക്കൊരു ഹെവി മറ്റേ നാടൻ വരാലല്ല, വിയറ്റ്നാം വരാലാണ്. ഹെവി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 1 kg പ്ലസ് മീനുണ്ട് അവനക്ക് കിട്ടിയത്. അങ്ങനെ ഒരു മീനല്ല, അവനക്ക് 2 മീനടിച്ചു. 2 മീനടിച്ച് പിന്നെ ഞങ്ങൾ ഒരു ഇരട്ടായപ്പത്തിന് പോരുകയും ചെയ്തു. ആ ഇരട്ടിലാണ് ഞാൻ പിന്നെ വരുന്ന വഴിക്ക് കാസ്റ്റ് ചെയ്തതാണ്. കാസ്റ്റ് ചെയ്യൽ ഇരുട്ടിൽ അങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒടിഞ്ഞിട്ട് അങ്ങനെ ഫ്രോഗ് മിസ്സായി. പിന്നെ ഇതിൽ പറഞ്ഞ കാസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള തന്നെയാണ് ഫ്രോഗ് മിസ്സാവണതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ വെച്ചു. ഫ്രോഗ് മിസ്സാവണതും മറ്റേ ഫ്രോഗ് മറ്റേ ബ്രൈഡ് പൊട്ടി പോകുന്നതൊക്കെ. അതുകൊണ്ട് പിന്നെ ഇത് കുഴപ്പമില്ലാന്ന് വെച്ച് അങ്ങനെ ഈ മീനവനെ ഞങ്ങളെടുത്ത് വെച്ച് അടുത്തത് കാസ്റ്റ് ചെയ്ത്. അടുത്ത കാസ്റ്റിനെ കാണാനില്ല, കാരണം അവൻ കുറച്ച് വിട്ടിട്ടായിരുന്നു. കാരണം മീനടിച്ചൊന്നും കാണാൻ പറ്റില്ല. മീനൊന്ന് ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ, നരമ്പോലെ കാണാൻ പറ്റില്ല. പിന്നെ അപ്പത്തിന് ആ റിട്ടേൺ വന്നപ്പോഴത്തേന് റിട്ടായി. പിന്നെ മീനെ കാണിക്കാനൊന്നും പറ്റിയില്ല. ഇതെല്ലാം അടിക്കണതിൽ കാണിക്കുന്നുണ്ട്, അവന് പൊക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.